ഉണരുക നീയൻ ആത്മാവേ, ചേരുക യേശുവിനരികിൽ നീ. തുണയാവനല്ല താരുള്ളി, ഏഴകൾ നമ്മെ പാലിപ്പാൻ. തുണയവനല്ല താരുള്ളി, ഏഴകൾ നമ്മെ പാലിപ്പാൻ. പുതിയൊരു നാൾ നമുക്കണഞ്ഞു വന്നു, എങ്ങനെ നാം ഇന്നു ജീവിച്ചിടും? ഖേദത്തിൻ തിരകളലഞ്ഞിടാതെ യേശുവെ നോക്കി നാം ജീവിക്കണം. ഖേദത്തിൻ തിരകളലഞ്ഞിടാതെ യേശുവെ നോക്കി നാം ജീവിക്കണം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു, അല്പസമയം ഉറങ്ങി ഉണർന്നു. എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനുള്ള ഭാഗ്യത്തിനായിട്ട് നന്ദി അപ്പ, നന്ദി. ഈ നല്ല ദിവസം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ. ഇന്നുവരെയും ഞങ്ങളെ സകാത്ത് സൂക്ഷിച്ച് പരിപാലിച്ചു. ജീവനും ഭക്തിക്കും വേണ്ടുന്നതെന്ന് ഞങ്ങളെ പോറ്റി പുലർത്തി. എല്ലാ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കുമായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ എല്ലാ സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം. ആ പരിപാലനത്തിനായി നന്ദി കർത്താവേ. വീണ്ടും ഞങ്ങളെ സൂക്ഷിപ്പാൻ പരിപാലിപ്പാൻ സർവശക്തൻ അവിടുന്നാകയാൽ അപ്പൻ്റെ ബലമുള്ള കരങ്ങളിലോട്ടടിനെ സമർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്നവരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കട്ടെ കർത്താവേ. അങ്ങയുടെ കരുണയുടെ കരമൊന്ന് ചേർത്ത് പിടിച്ചോണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ കരമൊന്ന് ചേർത്ത് പിടിച്ചോണേ. ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് കർത്താവ് തന്നെ മക്കളെ പരിപാലിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടപ്പാ. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവർക്ക് നല്ല ആലോചനക്കാരനായി, നല്ല സഖിയായി, നല്ല പിതാവും മാതാവുമായി കൂടെ ഇരുന്ന് എൻ്റെ അപ്പച്ചനോടൊന്ന് കരം പിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തുകൊള്ളണമേ. എല്ലാ ആവശ്യം ആഗ്രഹം കരുതിക്കൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസമെല്ലാം ഏൽപ്പിക്കട്ടെ. എൻ്റെ അപ്പൻ ഇന്നുവരെയും കരം പിടിച്ച് നടത്തി നല്ല ആലോചനക്കാരനായി, നല്ല സഖിയായി കൂടെ ഇരുന്ന് പിന്നെയും ഇവിടുന്ന് അവർക്ക് ആലോചനക്കാരനായി ഇരിക്കണമേ. അരുതാത്തത്തിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ കർത്താവേ. ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. വ്യാചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്നുള്ള വചനത്താൽ എൻ്റെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജയത്തോടെ അവരെ നടത്തണമേ. അവരുടെ പരീക്ഷകളെല്ലാം കൂടെ ഇരിക്കണേപ്പാ. നല്ല മാർക്കോടെ വിജയിപ്പാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഹാലയിൽ വീട്ടും മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഹാലയിൽ OIT IELTS പഠിക്കുന്നവർ, പ്രൊമറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, സ്വർഗത്തിലെ ദൈവമേ വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, ഹാലേലി അതിനായി പ്രയത്നിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവേ, അവരുടെ ഹാലേലി കർത്താവേ, അവരുടെ ആശയ്ക്ക് ഹാലേലി ഭംഗം വരുവാൻ സമ്മതിക്കാതെ കർത്താവെ അവർ ആഗ്രഹിച്ച സ്ഥാനത്ത് കൊണ്ട് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ജയത്തോടെ നടത്തണേ അപ്പാ. അവരുടെ പരീക്ഷകളിലൊക്കെ കൂടെയിരിക്കണേ, അവരുടെ ഇൻ്റർവ്യൂവിൽ കൂടെയിരിക്കണമേ അപ്പാ. സകല വഴികളും വാതിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുൻപ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, പ്രത്യേകിച്ച് ജോലിയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. സമാധാനത്തോടെ ജോലി ചെയ്യണം, ആരോഗ്യത്തിലായിരിക്കണം. ഏറി പ്രതിഫലം പറ്റി കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. തക്ക തുണിയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ അപ്പോൾ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകളെ ഒരുക്കുന്നവർക്ക് നന്ദി പറയുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസന്തികയോളം കൂടെ നിന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത തലമുറ നിന്ന് സഹായിക്കാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥന വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കട്ടപ്പാ. സ്തോത്രം. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. സമാധാനം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. സ്വർഗീയ സമാധാനം കൊണ്ട് ഓരോ മക്കളെയും നിറച്ചാട്ട് കർത്താവേ.
കടഭാരത്താൽ വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, കടഭാരത്തിൻ്റെ നടുവിൽ വലയുന്ന തൻ്റെ മക്കളുടെ മേലെല്ലാം കർത്താവിൻ്റെ കരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നപ്പാ, തലചായ്പാൻ ഭവനമൊരുക്കണമേ. വാടക ഭവനങ്ങളിൽ കഴിയുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ ആ വാടക ഭവനമൊന്നൊഴിഞ്ഞ് സ്വന്തമായ ഭവനത്തിലൊന്ന് പാർക്കുവാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലയിൽ ഭവനത്തിൻ്റെ പണി നടത്തിക്കൊണ്ട് ജീവിതങ്ങൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കിക്കാട്ട് ദൈവമേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. മദ്യത്തിലും മയക്കുമരുന്നിനും കഴിയുന്ന ജീവിതങ്ങളെ മാനസാന്തരപ്പെടുത്തണമേ കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. പുതുവയസ്സിൽ പ്രവേശിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. പുതുവർഷകാലം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സൗഖ്യം അവർക്ക് കൊടുത്ത് കാത്തുകൊള്ളേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും കർത്താവ് ഉള്ളംകരത്തിൽ വഹിക്കണമേ. നിശ്ചിതസ്ഥാനത്ത് എത്തിച്ചേരുവോളം കൃപയ്ക്കുള്ളിൽ മറയ്ക്കണമെന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലയിൽ ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ചുറ്റുപാട് അയൽകുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രപ്പാ. അമ്മേൻ എൻ്റെ കർത്താവ് എല്ലാവരെയും സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. വേണ്ടുന്ന എല്ലാം കരുതിയൊരുക്കി ഓരോ മക്കളെ സ്വർഗം പരിപാലിക്കണം. ഹല്ലേലൂയ കർത്താവ്. ഈ സമയം അപ്പാ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരിക. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ള ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കർത്താവെ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ഹാലലിയ. ശരീരമാസകലം നീർക്കെട്ടും വേദനകളാൽ ഭാരപ്പെടുന്നവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, കർത്താവെ, ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവെ. ഇവരെല്ലാം പൊന്നുകരങ്ങളിലോട്ടൊന്ന് സമർപ്പിക്കുകയാ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനോടൊന്ന് മരുന്ന വൈദ്യന, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി കർത്താവേ. ഞങ്ങൾക്ക് വിടുതലുണ്ട്, ഞങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഇന്നുവരെ ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളുടെ കാലിനെ വീഴ്ചയിൽ, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവം അവിടുന്ന്. അനർത്ഥം കടന്നു വേണ്ടുന്ന സ്ഥാനത്തൊക്കെയും ഞങ്ങളുടെ ഉള്ളംകാര്യത്തിൽ വഹിച്ച ദൈവമാ. അത് വ്യസനകരമായി തീരാതെ സ്വർഗം ഞങ്ങളെ പരിപാലിച്ചതാ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ, നന്ദി അപ്പാ. നിൻ്റെ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കും സ്നേഹത്തിനുമായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പരിപാലിക്കണമേ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. സകല രോഗികളുടെ മേലും അപ്പൻ്റെ കരമൊന്ന് വയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഹാലിൽ അങ്ങ് തൊട്ടൊരു അങ്ങേ തൊട്ടൊരു വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ. ഓരോ രോഗികളെയും സ്വർഗം തൊടുമാറാകണം. വീൽചെയറിലും കിടക്കയിലുമായിരിക്കുന്ന ജീവിതങ്ങൾ, ആശുപത്രി മുറികളിലായിരിക്കുന്നവർ, ICUലും CCUലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, കർത്താവേ, നീ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണേന്ന് പ്രാർത്ഥിക്കുകയാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ജീവിതങ്ങളുമുണ്ടപ്പാ, സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയവേദനയെ കർത്താവ് എടുത്ത് മാറ്റണമേ. സമാധാനത്തോടെ കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യാശയോടെ മുൻപോട്ട് ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. സുവിശേഷ വേലകളെ വേലക്കാരെ ഓർക്കുന്നു. സുവിശേഷ വേല നിമിത്തം കഷ്ടം അനുഭവിക്കുന്നവരെ, ജയിൽവാസം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. സ്വർഗം വിടുവിച്ചാട്ടപ്പ, സ്തോത്രപ്പ. തവി ഭരണകൂടങ്ങളെ ഓർക്കുന്നപ്പ. ദൈവകൃപയോടെ ഓരോ കാര്യങ്ങളും ചെതിർപ്പാൻ ഓരോ മക്കളെ സഹായിക്കണമേ. അരുതാത്തതിലൊന്നും ആരെയും അകപ്പെട്ടുപോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ദേശത്തോട് കരുണ തോന്നണം. ഞങ്ങളുടെ ചുറ്റുപാടുള്ള അയൽ കുടുംബങ്ങളോട് മനസ്സലിനെ കർത്താവേ. ഞങ്ങളുടെ ദേശത്തിന്മേൽ സമാധാനം അയക്കണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും അനുഗ്രഹവും സമാധാനവും സന്തോഷം അടിയങ്ങൾക്ക് തരണം. കൺമണി പോലെ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന കർത്താവേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.